സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇപ്പോഴെൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സഭയിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിക്കട്ടെ. നമുക്കറിയാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഏത് നഷ്ടമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനം, യേശുവിന് വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതായ രക്ഷ, ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നഷ്ടമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് നഷ്ടമുണ്ടായി, അത് പോട്ടെ, സാരമില്ല. ഇനിയും നീ നഷ്ടത്തിൽ തന്നെ തുടരേണ്ട കാര്യമില്ല, നഷ്ടത്തിൽ തന്നെ നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. അതേ കപ്പലിൽ തന്നെയാണ് പൗലോസ്. അതേ ദുഃഖം അവനും അനുഭവിക്കുന്നു, അതേ തകർച്ച അവനും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പൗലോസിന്റെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കർത്താവ് കൂടെയുണ്ട്. കർത്താവിനെ ബലപ്പെടുത്തുന്നു. കർത്താവ് എനിക്ക് വാക്കു നൽകി, കൈസരുടെ മുൻപിൽ ഞാൻ നിൽക്കുമെന്ന്. അതുകൊണ്ട് കർത്താവ് എന്നെ തള്ളിക്കളയില്ല. ഈ സമുദ്രത്തിൽ ഞാൻ വീണു പോവുകയില്ല. അതേ ധൈര്യത്തോടെയായിരുന്നു. അതേ ധൈര്യം ദൈവത്തിന്റെ ദൂതനവനോട് അരുളി ചെയ്തതിന് പ്രകാരം എന്താണ് പൗലോസിനോട് പറഞ്ഞത്? ഒരു നിമിഷം മനസ്സിൽ നിങ്ങളത് ഗ്രഹിച്ചു വെക്കണം. എന്താണ് ഇവിടെ വായിക്കുന്നത്? എൻ്റെ ഉടയവനും, എൻ്റെ ഉടയവനും. ഞാൻ ആരായിരുന്നു? എൻ്റെ ഉടമസ്ഥത ആർക്കാണ്? ആരാണ്? ചിലർ പറയും ഞാൻ ഇന്ന വീട്ടുകാരനാണെന്ന്. വീട്ടുപേര് പറഞ്ഞ് പേരെടുക്കും. നിങ്ങൾക്കറിയില്ല എൻ്റെ വീട്ടുപേര് ഇന്നതാണ്. ഞാൻ ഇന്ന വീട്ടുകാരനാണ്, ഇന്ന ദേശക്കാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ന ഭാഷക്കാരനാണ്. അതല്ല ഇവിടെ നാം പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ ആളാണ്. പറയുക, ഉറക്കെ പറയുക, ഞാൻ ക്രിസ്തുവിൻ്റെ ആളാകുന്നുവെന്ന്. റോഡിൽ നിങ്ങൾ കാണുന്ന ഒരു ഭിക്ഷക്കാരനോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ രാജാവിൻ്റെ മകനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് കേട്ട് ചിരിക്കില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയില്ലാതെ ഞാൻ ക്രിസ്തുവിൻ്റെ ആളാണെന്ന് പറയുകയാണെങ്കിൽ ക്രിസ്തുവിനും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കണ്ടേ? അവൻ്റെ സ്വഭാവം ഒന്നുപോലും നിങ്ങളിൽ കാണുന്നില്ല എന്ന് പറയില്ലേ? എന്നാൽ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ. അവൻ സേവിക്കുന്നത് ആരെയാണ്? അവൻ സേവിച്ചു വരുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ അല്ല. ഒരു ദൈവദാസൻ ദൈവത്തെയാണ് സേവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവദാസൻ ദൈവത്തിന്റെ സേവകനാണ്, അല്ലാതെ നിന്റെ സേവകനല്ല. ആരുടെ ദാസനാണ്? എന്തുകൊണ്ടോ ഈ കാലത്തുള്ള ദൈവദാസന്മാർക്ക് ദൈവത്തിന്റെ ദാസനാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല. ദൈവപുരുഷൻ എന്ന് വിളിക്കപ്പെടും. റവറന്റ്, ഡോക്ടർ, അതാണ് ഇതാണ്, അങ്ങനെയൊക്കെയാണ് അവർ വിളിക്കപ്പെടുന്നത്. അതിലൊന്നും കാര്യമില്ല. ഞാൻ ദൈവത്തിന്റെ സേവകനാണ്. എന്താണ്? ദൈവത്തിന്റെ ദാസനാകുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ചില ദൈവസഭക്കാർ അങ്ങനെയാണ്, സെർവന്റ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. നീ ഏത് പേരിട്ടിരിക്കുന്നു എന്നതല്ല പ്രധാനം, നിന്റെ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ആ ദാസന്റെ സ്വഭാവം നിന്നിൽ കാണപ്പെടേണ്ടതാണ്. പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററിന്റെ ഗുണഗണങ്ങൾ കാണണം. ദൈവത്തിന്റെ ദാസനാണെങ്കിൽ അതുപോലെ ആയിരിക്കണം. ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, 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 ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കപ്പലിൽ യാത്ര ചെയ്യുന്ന 276 ജനത്തെയും ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർച്ചിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരണമെന്നല്ല, നമ്മുടെ ചർച്ചിൽ കാൽ വയ്ക്കുന്ന എല്ലാ വ്യക്തികളും സ്വർഗരാജ്യത്തിൽ ഉണ്ടാകണം. എൻ്റെ ആഗ്രഹം അത് മാത്രമാണ്. കാൽവരി ചർച്ചിലുള്ളതായ എല്ലാ ആളുകളെയും, നിന്റെ സഭയിൽ വന്നിട്ട് നിന്റെ ആ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ നിനക്ക്
ദാനം നൽകിയിരിക്കുന്നു. നിന്നോടൊപ്പം അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളാകുമെന്ന് ദൈവം എന്നോട് പറഞ്ഞാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് വലിയ ചർച്ചോ വലിയ മിനിസ്ട്രിയോ വലിയ പേരോ പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ല. അതാണ് എൻ്റെ ആഗ്രഹം. ദൈവം എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഞരക്കവും കേൾക്കുന്നുണ്ട്. ഈ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു വ്യക്തി പോലും ഒരുപക്ഷെ അവർ വീണുപോയാൽ, അവർ നിരാശപ്പെട്ടു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ അവരെ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. അന്ന് പൗലോസിന് കൊടുത്തതായ വാഗ്ദത്തം ഞാനും വിശ്വസിക്കുന്നു. നമുക്ക് അത് വിശ്വസിക്കാം. അവരെ എല്ലാം ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു, നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. വളരെ നല്ല വചനമാണ്. എന്താണ് ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും പറയും എൻ്റെ സഭ എൻ്റെ സഭ എന്നൊക്കെ. ഇത് ദൈവം തന്നിരിക്കുന്ന ആളുകളാണ്. ദൈവം ദാനം ചെയ്തിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുന്നതായ വ്യക്തികളാണ്. ദൈവം ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾ തക്ക സമയത്തിരുന്ന വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ ആകർഷിച്ചത് കൊണ്ടാണ്, ദൈവം നിങ്ങളെ പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതായ കാര്യമാണിത്. നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നീ പെർഫെക്റ്റ് അല്ലാതിരിക്കാം. എന്നാൽ നീ ഇപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽപ്പെട്ടതായ വ്യക്തിയാണ്, ദൈവത്തിന്റെ കരുത്തിലാണ്, ദൈവത്തിന്റെ കരുതലിലാണ്, ദൈവത്തിന്റെ പദ്ധതിയിലാണ്. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നഷ്ടങ്ങൾ സംഭവിച്ചു, ഭയപ്പെടേണ്ട. ദൈവം നിന്നെ വീണ്ടും ബലപ്പെടുത്തുവാൻ ശക്തനാണ്. ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷന്മാരെ, അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ കാറ്റിനെ വിശ്വസിക്കുന്നില്ല, ഞാൻ കാലാവസ്ഥയെ വിശ്വസിക്കുന്നില്ല, ഞാൻ സാഹചര്യത്തെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ കൂടുതൽ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ അതും ഞാൻ കൈക്കൊള്ളുന്നില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയുക. അബ്ബാ, എന്താണെന്നാണ് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? എല്ലാ വിഷയങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? ചില വിഷയങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്നത്? പുരുഷന്മാർ പറഞ്ഞ നിങ്ങൾ കേട്ടോ, ഇവർ ചിലത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ ജ്ഞാനിയായ സ്ത്രീ വീട് പണിയുമെന്ന്. ആ പറയൂ, എത്ര വിഷയങ്ങളിലാണ്? പ്രൂവ് ഇറ്റ്, തെളിയിക്കുക. വിൽ യു പ്രൂവ് ഇറ്റ്? കാണാം. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. എന്നെ കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ. പരിസ്ഥിതി തകിടം മറിഞ്ഞാലും, സാഹചര്യങ്ങൾ മോശമായാലും, കഴുത്തറ്റം ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും, കൊടുങ്കാറ്റും ഈശാനുമൂലനും ചുഴലിക്കാറ്റും, ചുഴലിക്കാറ്ററിയാമോ? ഡ്രൂർന്നും ഇങ്ങനെ അടിക്കും. ചുഴലിക്കാറ്റടിക്കുന്ന സമയത്ത് ഒരു പേപ്പറോ ഒരു തടിയോ നിങ്ങൾ അവിടെ ഇടുകയാണെങ്കിൽ അത് ഡ്രൂർന്നും പറഞ്ഞ് കാറ്റടിച്ച് മുകളിൽ പോയിട്ട് എവിടെ നിന്ന് വീഴുമെന്ന് പോലും അറിയാൻ കഴിയില്ല. നിന്റെ ചുറ്റും വീശിയടിക്കുന്നതായ പോരാട്ടങ്ങൾ, നിന്റെ ചുറ്റും അടിക്കുന്നതായ പ്രതികൂല കാറ്റുകൾ ക്രിസ്തീയ ജീവിതത്തിലുണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടമുണ്ട്. പോരാട്ടമില്ലാത്ത ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതമല്ല. കൊടുങ്കാറ്റ് വരുമ്പോൾ വീണുപോകുകയും ചുഴലിക്കാറ്റ് വരുമ്പോൾ തകർന്ന് വീഴുകയും ചെയ്യുന്നതായ അനുഭവമാണെങ്കിൽ അത് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതമല്ല. കൈസരുടെ മുൻപിൽ നിൽക്കണമെന്ന് എൻ്റെ ദൈവം എനിക്ക് വാക്കു നൽകി. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ദൂതനിൽ കൂടി ദൈവം എന്നോട് അരുളി ചെയ്യാനിടയായി. അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നുവെന്ന് കൊടുങ്കാറ്റ് പോകുന്നതിന് മുൻപ് തന്നെ അവൻ പറഞ്ഞു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു എന്ന് വചനം പറയുന്നു. വെറുതെ കൈയും കെട്ടിയിരിക്കാൻ വേണ്ടിയല്ല ദൈവം പറയുന്നത്. ദൈവം കാത്തുരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുവാനല്ല പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ദ്വീപിലേക്ക് ചേരേണ്ടതാകുന്നു. 14 രാത്രിയായപ്പോൾ, അന്നുവരെ 14 ദിവസമായി, ഞങ്ങൾ ആ സമുദ്രത്തിൽ അദ്രിയ കടലിൽ അലയുന്ന നേരം, ആ അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയം ഇട്ട് 20 മാറെന്ന് കണ്ടു. ഈയത്തിന്റെ കട്ടയിട്ട് നോക്കുമ്പോൾ അറിയുവാനായിട്ട് കഴിയും അതിൻ്റെ ആഴം എത്രയാണെന്ന്. 20 മാറെന്ന് പറയുമ്പോൾ ഒരു മാറ്, അതായത് 2 അടി, ഒരു യാർഡ്, അതാണ് എൻ്റെ കണക്ക്.
ഏകദേശം 40 സെന്റിമീറ്റർ. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ ഇത് നോക്കുമ്പോൾ 15 അടിയാണ്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. അത്രത്തോളം ആഴമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവിടെ ഒരു കരയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. നോക്കുക, നാം എപ്പോഴും അളക്കുവാനായിട്ട് പഠിക്കേണ്ടതാണ്. നാം എവിടെയായിരിക്കുന്നു? ആത്മീയ ജീവിതത്തിൽ നാം എവിടെയായിരിക്കുന്നു? നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? നമ്മുടെ ആത്മീയത, നമ്മുടെ ഭക്തി എവിടെയായിരിക്കുന്നു? ആത്മീയ ജീവിതത്തിൽ നാം അങ്ങനെ കണക്ക് കൂട്ടേണ്ടതാണ്. പണ്ടൊക്കെ ആളുകൾ വന്ന് പറയുമായിരുന്നു, ഞാൻ ഇന്ന ദിവസം സ്നാനപ്പെട്ട ദിവസമാണ്, അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ ഇന്ന് സ്നാനപ്പെട്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി, എൻ്റെ കുടുംബത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു, എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര മക്കളെ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഇതൊന്നും ആലോചിക്കുവാൻ സമയമില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിൽക്കുക, കഴിക്കുക, കുടിക്കുക, കിടന്നുറങ്ങുക, അല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ മാത്രം വഴക്കുണ്ടാക്കുക. അതാണ് നടക്കുന്നത്. എന്താണെന്ന് മനസ്സിലാക്കുക. ഏതു സ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കുക. ഏതു സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുക. കപ്പലിലായിരിക്കുന്നു, നല്ലതായിട്ടിരിക്കുന്നു, എന്നാൽ ചുറ്റുപാടുമുള്ള അവസ്ഥ വളരെ മോശമാണ്. അപകടങ്ങൾ പതിയിരിക്കുകയാണ്. കർത്താവിൽ നീ വിശ്വസിക്കാതെ ഇരുന്നാൽ, യേശുവിൽ ലക്ഷ്യം വെച്ചില്ലെങ്കിൽ നാശമാണ്. 29 വാക്യം, പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്തുനിന്ന് 4 നങ്കൂരം ഇട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഇവിടെ എന്താണ്? അവർക്ക് പാറക്കെട്ടുകൾ തടസ്സമായിട്ട് വന്നിരിക്കുന്നു. സമുദ്രത്തിൽ പാറകളുണ്ട്, നിങ്ങൾക്കറിയാമോ? ആ പാറയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ കപ്പൽ തകർന്നുപോയി. ഇന്നുള്ളതുപോലെ മോട്ടോർ വെച്ചിട്ടുള്ളതായ കപ്പലുകളല്ല. ഇന്നുള്ളതുപോലെ ആ കാലത്ത് കോമ്പസുകൾ, അതായത് വടക്കുനോക്കി യന്ത്രം ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയാണ്. അവർ നക്ഷത്രങ്ങളെ നോക്കിയാണ് ദിക്കുകൾ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്നൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഈ കാലത്താണെങ്കിൽ ലൈറ്റ് ഹൗസുകളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് തീരം എവിടെയാണെന്ന്, കര എവിടെയാണെന്ന്, ദിശ എവിടെയാണെന്ന് കാണുവാൻ കഴിയും. ആ കാലത്ത് അങ്ങനെയൊന്നും സൗകര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് അവർ പൂർണ്ണമായിട്ടും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു നിന്നു. അങ്ങനെയുള്ളതായ സമയത്ത് പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ചവർ അമരത്തു നിന്ന് 4 നങ്കൂരമിട്ട് നേരം വെളുപ്പുവാൻ ആഗ്രഹിച്ച് കൊണ്ടിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത വാക്യം, 30 വാക്യം, എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്തുനിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. നോക്ക്, നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുകയാണോ? എൻ്റെ പിതാവിൻ്റെ വാക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാതെ മാനസാന്തരപ്പെടൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഓടിപ്പോയി 3 ദിവസത്തേക്ക് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. എൻ്റെ അപ്പനവിടെ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് വിചാരിച്ചു. അമ്മയെങ്കിലും വരുമെന്നാണ് വിചാരിച്ചത്. അമ്മയെ വിട്ടില്ല, അപ്പനും വന്നില്ല. ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു, നോക്കി, എൻ്റെ അപ്പൻ വരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്യൂ, ഞായറാഴ്ച ചർച്ചിൽ നീ പോകുക. അവിടെ ചെന്നിട്ട് അപ്പൻ്റെ മുൻപേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതിവ് നടക്കണം. നീ എൻ്റെ കൂട്ടുകാരനാണെന്ന് അപ്പനറിയാം. അപ്പൻ നിന്നെ കാണുമ്പോൾ ചോദിക്കും, ജയ്പാലിനെ കണ്ടോ എന്ന്. അപ്പോൾ പറയണം, നിന്റെ വീട്ടിൽ ഉണ്ട് എന്ന്. പാവം, അതനുസരിച്ച് അവൻ പോയി. അപ്പൻ ഇവനോടൊന്നും ചോദിച്ചില്ല. അവസാനം ഇവൻ തന്നെ അപ്പനോട് ചെന്ന് പറഞ്ഞു, ജയ്പാൽ ഞങ്ങളുടെ റൂമിലുണ്ട്, അവന് വളരെ വിഷമത്തോടെ അവിടെ ആയിരിക്കുന്നു, വളരെ കരച്ചിലാണെന്ന് പറഞ്ഞു. ശരി, എങ്ങനെയാണെങ്കിൽ അവന് ഇഷ്ടമുണ്ടെങ്കിൽ വരാൻ പറയുക, അല്ലെങ്കിൽ അവന് ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞു. അവന് ബുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൻ പറഞ്ഞത് കേട്ട് എന്നോട് അവൻ വന്ന് പറഞ്ഞ സമയത്ത്, ഏതായാലും പോയല്ലേ പറ്റൂ, ഇവിടെ നിന്നിട്ടും വലിയ പ്രയോജനമൊന്നും തന്നെയില്ല, നല്ല ആഹാരം കഴിക്കണമെങ്കിൽ അമ്മയുടെ അടുക്കൽ തന്നെ പോകണം. അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്നിറങ്ങി വീടിൻ്റെ പിന്നാലെ വന്നിട്ട് മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. ഓടിപ്പോയാൽ എവിടേക്കാണ് പോകുന്നത്? കഷ്ടതയിൽ നിന്ന് ഓടുകയാണെങ്കിൽ വീണ്ടും കഷ്ടതയിലാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഓടിപ്പോകുവാൻ ഇടയാകരുത്. നേരത്തെ പറയുമായിരുന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ പോവുകയാണ് എന്ന്. ഇപ്പോഴും പറയത്തില്ലേ? കോപം വരുന്നതായ സമയത്ത് പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിക്കത്തില്ലേ? എൻ്റെ വീട്ടിൽ ഞാൻ പോവുകയാണെന്ന് പറയാറില്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വീട് ഏതാണ്? നിങ്ങളുടെ ഭർത്താവിൻ്റെ വീടാണ്. ഈ കാലത്തുള്ള പ്രാർത്ഥന വിഷയങ്ങളൊക്കെ വിചിത്രമാണ്. എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നീ എന്തിനാണ് പിണങ്ങിപ്പോകുന്നത്? കുടുംബം എന്നത് സാഗരം പോലെയാണ്. തീർച്ചയായിട്ടും പ്രതികൂലങ്ങളുണ്ടാകും. അതിൽ ഓടിപ്പോകുന്നത് ഒരിക്കലും ഒരു പരിഹാരമാവുകയില്ല. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുക, പോരാടുക. കപ്പലിലായിരിക്കുന്നതാണ് സുരക്ഷ.
വീട്ടിലാണ് സുരക്ഷിതത്വം, സഭയിലാണ് സുരക്ഷിതത്വം. പാസ്റ്ററിനെ പേടിച്ച് നീ സഭയിൽ വരാതിരിക്കുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ തെറ്റിലേക്കാണ് നീ വീണു പോകുന്നത് എന്ന് ഓർക്കണം. നിന്റെ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിന്റെ ജീവിതത്തിൽ വീണ്ടും കുഴിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് കപ്പലിലായിരിക്കുന്നതാണ് സുരക്ഷിതത്വം. എന്താണ്? നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും കഴിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസം ആകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. എത്ര നല്ലൊരു ഇടയനാണ്! അതുകൊണ്ടാണ് സഭയുടെ കാര്യം പറയുന്നത്. ദേവദാസൻ അവരോട് എന്താണ് പറയുന്നത്? നിങ്ങൾ 14 ദിവസമായിട്ടും ആഹാരം കഴിച്ചിട്ടില്ല. നിങ്ങൾ ക്ഷീണിച്ച് അവശരായി പോകുവാനിടയാകും. അതുകൊണ്ട് ആഹാരം കഴിക്കുക. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോവുകയില്ല. ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് ആഹാരം കഴിക്കുക എന്നൊരു അമ്മ അപേക്ഷിക്കുന്നത് പോലെ അപേക്ഷിക്കുവാൻ ഇടയായി. അതാണ് നാം കാണുന്നത്. എത്ര സ്നേഹമുള്ളതായ ദൈവദാസനെയാണ് ഇവിടെ കാണുന്നത്. എൻ്റെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല, ഞാനപ്പോൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി എന്തിനാണ് അപേക്ഷിക്കുന്നത് എന്നാണോ? അല്ല, ഇതാണ് ഒരിടയൻ്റെ മനസ്സ്. നമ്മുടെ സഹോദരന്മാർക്ക് കഴിഞ്ഞ ദിവസം സുഖമില്ലാതിരുന്നു. അപ്പോൾ അവരെക്കാൾ സങ്കടം എനിക്കാണ് ഉണ്ടായത്. നമ്മുടെ ശുശ്രൂഷ സഹായിക്കുന്ന സഹോദരന്മാർക്ക് രോഗമുണ്ടാകുമ്പോൾ ഞാൻ പറയും അവരോട് ഗുളിക കഴിക്കുക, ഹോസ്പിറ്റലിൽ പോവുക, പരിശോധിപ്പിക്കുക, ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. എങ്ങനെയുണ്ട്? വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? സുഖമായോ ഇപ്പോൾ? അതാകുന്നു ഇടയന്റെ സ്നേഹം. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാതെ തന്റെ കാര്യം മാത്രം അന്വേഷിക്കുന്ന സ്വഭാവമല്ലായിരുന്നു. അദ്ദേഹവും അവിടെ കഷ്ടത്തിലാണ്. എന്നാൽ അതിന് നടുവിലും മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നു. ദൈവം അവരെ എനിക്ക് നൽകിയതാണ്. ഇവരെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഇവരെ കാക്കേണ്ടതായ ചുമതല എനിക്കാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി. എന്താണ്? ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആഹാരം കഴിച്ചപ്പോൾ ഊർജം വന്നു. എപ്പോഴാണ്? അപ്പം വാഴ്ത്തി നുറുക്കിയതായ സമയത്ത്, വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തതായ സമയത്ത്, അവർ അത് ഭക്ഷിച്ചതായ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഭയം മാറിയിട്ട് ധൈര്യമുണ്ടാകുവാനിടയായി. ഈ ലോകത്തിലുള്ളതായ റൊട്ടിയല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. ദൈവദാസൻ യാചിക്കേണ്ടത് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുവാനാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുക. 14 ദിവസമായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ല. 14 മാസമായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നില്ല. നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് 14 ആഴ്ചയായിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരിക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുക. ദൈവത്തിന്റെ വചനം നീ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായ സമയത്ത് നിനക്ക് ധൈര്യമുണ്ടാകാനിടയാകും, ബലപ്പെടുവാനിടയാകും. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്ന് വചനം പറയുന്നു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 പേർ ഉണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞു, കപ്പലിന്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശം എന്നവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു. നങ്കൂരമറുത്ത് കടലിൽ വിട്ടു. ചുക്കാന്റെ കെട്ടും അഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്തു. കരയ്ക്കു നേരെ ഓടി. അതാണ് പറയുന്നത്. ഓടുക എന്ന് പറയുമ്പോൾ മുൻപോട്ട് ഓടുകയാണോ? വരിക എന്ന് പറയുമ്പോൾ വരികയാണോ ചെയ്യുന്നത്? നങ്കൂരം അറുത്ത് കടലിൽ വിട്ടു. ചുക്കാന്റെ കെട്ട് അഴിച്ച് കാറ്റുമുഖമായി കൊടുത്ത് ഓടുകയാണ്. ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് LED ഒക്കെ വെച്ച് സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് ലൈറ്റിംഗ് ഒക്കെ വെച്ച് ലൈവ് മീറ്റിംഗിന്റെ സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്തിട്ട്, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലൈവ് പ്രോഗ്രാം കൊടുക്കണമെങ്കിൽ എത്ര കഷ്ടതയാണെന്നറിയാമോ? നിങ്ങൾ വന്ന് നോക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. എന്തെല്ലാം കഷ്ടത അനുഭവിക്കണം. ദൈവത്തിന്റെ ഹിതം ചെയ്യുമ്പോൾ നീ വെറുതെ എന്നത് കൊണ്ട് കാര്യമില്ല. ദൈവം ചെയ്യുമെന്ന് വിചാരിക്കരുത്. നീയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം കാക്കുമെന്ന് പറഞ്ഞിരിക്കുവാൻ പാടില്ല. ഒരു ദ്വീപിലേക്ക് നീ ചേരേണ്ടതാണ്.
അതിരാവിലെയാകുമ്പോൾ എഴുന്നേൽക്കണം, എഴുന്നേൽക്കുക. തിന്നിട്ട് കിടന്നുറങ്ങിയാണോ? ചില ആളുകളുടെ പണി അതാണ്. എഴുന്നേൽക്കുക, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തയ്യാറാകുക. വെളിച്ചമായപ്പോൾ നങ്കൂരമറുത്തു, പായി കെട്ടി നേരെ കാറ്റിന് മുഖമായിട്ട് ഓടുകയാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പലടിഞ്ഞു, അണിയമുറച്ചു, ഇളക്കമില്ലാതെയായി. യുദ്ധത്തിനു വേണ്ടി നാം കുതിരകളെ തയ്യാറാക്കണം. എന്നാൽ വിജയം നൽകുന്നത്, വിജയം കർത്താവാണ് നൽകുന്നത്. നമ്മൾ പോരാട്ടം നടക്കേണ്ടതാണ്, പോരാട്ടത്തിന് വേണ്ടി തയ്യാറാകണം. എന്നാൽ വിജയം ലഭിക്കുന്നത്, വിജയം നേടിയെടുക്കുന്നത് നാം കാരണമല്ല, നാം അല്ല ജയിക്കുന്നത്. യുദ്ധത്തിനു വേണ്ടി നാം കുതിരകളെ ഒരുക്കേണ്ടതാണ്. എന്നാൽ വിജയം ആരാണ് നൽകുന്നത്? കർത്താവാണ് നൽകുന്നത്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ദൈവം തന്റെ കാര്യം പ്രവർത്തിക്കില്ല. ചോറ് നൽകാമെന്ന് പറയുമ്പോൾ പാത്രം പോലും നീ എടുത്തുകൊണ്ട് വരികയില്ലേ? ചോറ് നൽകാമെന്ന് പറയുമ്പോൾ വിളമ്പ്, നിന്റെ പാത്രമെങ്കിലും നിനക്ക് എടുത്തു വന്നുകൂടെ? എന്താണ്? അതേപോലെയാണ് ഈ കാലത്ത്. ചോറ് ലഭിക്കുമെന്ന് പറയുന്നു, എന്നാൽ നിങ്ങൾ കരം നീട്ടുന്നില്ല. ഇന്ന് ദൈവം അതാണ് പറയുന്നത്. ഞാൻ നൽകാമെന്ന് പറയുന്നു, എന്നാൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നില്ല. നിങ്ങൾ എന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ഒന്നുകൂടെ വായിക്കാം. ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയം ഉറച്ച് ഇളക്കമില്ലാതെ ആയി. അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. എന്താണ് പറയുന്നത്? തിരയുടെ കേമത്താൽ അത് ഉടഞ്ഞുപോയി. അവിടെ വന്ന് സ്റ്റക്കാകാനിടയായി. എവിടെയാണ്? രണ്ടു കടൽ കൂടുന്നതായ സ്ഥലത്ത് വന്നവിടെ നിൽക്കുവാൻ ഇടയായി. അതിന്റെ അടിത്തട്ട് ഇളകുവാനിടയായി. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വെള്ളമകത്തേക്ക് വരും. ഇത് ക്ലൈമാക്സ് ആണ്. നാം എപ്പോഴും യേശു ക്രൂശിൽ ചെയ്തതായ യാഗത്തെ നാം ഓർക്കുകയാണ് എങ്കിൽ, ഇന്നുള്ളതായ നാം വചനം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അന്നുണ്ടായിരുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയതായ സമയത്ത് ആദ്യം അവർക്ക് വളരെ സന്തോഷമായിരുന്നു. അവർ വിചാരിച്ചു, യേശു ഇങ്ങനെ ഒന്ന് കൈ മാറ്റിയാൽ മതി, ആ ക്രൂശ് തെറിയിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു പോകും എന്ന്. അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു നോക്കിയിരുന്നു. പക്ഷെ അവൻ ചെയ്തില്ല. പിന്നീട് അവനെ ക്രൂശിൽ കയറ്റി ആണികൾ അടിച്ചിറക്കുന്ന സമയത്ത്, അവൻ വേദനിക്കുന്നതായ സമയത്ത് ഇവർ ചിന്തിച്ചു, നോക്ക്, കാലില്ലാത്തവന് കാൽ കൊടുത്ത ദൈവമാണിവൻ, മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ച ദൈവമാണിവൻ, അവൻ ഇങ്ങനെയൊന്നു വെച്ചാൽ മാത്രം മതി. എന്താണ് സംഭവിക്കുന്നത്? അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അവൻ ഇറങ്ങിയില്ല. ക്രൂശിക്കപ്പെട്ട സമയത്ത്, നീ യഥാർത്ഥമായും ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നവർ കളിയാക്കുമ്പോൾ അവരെല്ലാവരും വിചാരിച്ചു ഇറങ്ങി വരും ആയിരിക്കുമെന്ന്. എന്നാൽ വന്നില്ല. അവർ പിന്നെയും കാത്തുനിന്നു. അവന്റെ മുഖം വികൃതമായി മാറിയിരിക്കുന്നു. പിന്നെ അവൻ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞതായ സമയത്ത് ഇവർ വിചാരിച്ചു ഇവനിപ്പോൾ ആകാശത്തിലേക്ക് കയറിപ്പോകുമെന്ന് വിചാരിച്ചു. എന്നാൽ യേശു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് മരിക്കാനിടയായി. അത് വിജയമായിരുന്നോ പരാജയമായിരുന്നോ? ലോകത്തിൽ പലരും പരാജയമാണെന്ന് പറയുന്നു. ക്രൂശിനെ കുറിച്ചുള്ളതായ സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഇന്നും ഭോഷത്വമാകുന്നു. എന്നാൽ വിശ്വസിക്കുന്നതായ നമുക്കോ അത് ദൈവശക്തിയാകുന്നു. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കഥ കഴിയാൻ പോവുകയാണ്. കൊടുങ്കാറ്റിനെയും ഈശാന്യമൂലിനെയും എല്ലാം രക്ഷപ്പെട്ട് ഒരു വിധത്തിൽ എത്തിച്ചേരുവാനിടയായി. കരയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന് വിചാരിച്ചു. ദ്വീപിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇതാ തകർന്നു പോകുന്നതായ അവസ്ഥ. ഇപ്പോൾ തങ്ങളുടെ കഥ കഴിയാൻ പോകുന്നു എന്ന് വിചാരിച്ചതായ സമയത്ത് എന്താണ്? തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താൽപര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ശതാധിപൻ കൽപ്പിച്ചു, നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു പോവുക. അപ്പോൾ തന്നെ എല്ലാവരും രക്ഷപ്പെടാനിടയായി. എങ്ങനെയൊക്കെയോ അവർ നീന്തി രക്ഷപ്പെടുവാനിടയായി. അവരവർ നീന്തുകയാണ്. പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടി പൗലോസ് തന്നെ നീന്തണം. ശതാധിപനുണ്ട്, അവിടെ കപ്പലിന്റെ മറ്റധികാരികളുണ്ട്.
എത്ര പേരുണ്ടെങ്കിലും അവരവരുടെ പ്രാണൻ രക്ഷിക്കേണ്ടതായ ചുമതല അവരവർക്ക് തന്നെയാണ്. അവരവരുടെ രക്ഷയ്ക്കു വേണ്ടി അവരവർ തന്നെ പരിശ്രമിക്കണം. അവസാനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 44 വാക്യത്തിൽ ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. മൊത്തം 276 ആളുകളും രക്ഷപ്പെട്ടുകൊണ്ട് കരയിലേക്കെത്തി. മരണം വരെയും വിശ്വസ്തനായിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് ജീവകിരീടം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, നിങ്ങൾക്ക് കഷ്ടത വർദ്ധിച്ചു വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ക്രൂശിനോട് അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് കഷ്ടത കൂടി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിജയത്തോട് അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. പോരാടുക, മരണം വരെയും പോരാടുക. രക്ഷപ്പെടാൻ കഴിയും. നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ലോകത്തിലെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ഒരിക്കലും വചനത്തെ ഉപേക്ഷയായിട്ട് കാണരുത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ തങ്ങാനിടയാകും. ഇവരെല്ലാം ദൈവം ദാനം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് ആഹാരം കഴിക്കാൻ വേണ്ടി അവരോട് അപേക്ഷിച്ചു. നീയും ദൈവജനത്തോട് അപേക്ഷിക്കുക, വചനം കേൾക്കാൻ വേണ്ടി അപേക്ഷിക്കുക. അവരെ ഭയപ്പെടുത്തുവാൻ പറയുന്നില്ല. ഇന്ന് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണെന്നാണെന്ന് വിചാരിക്കുന്നത്, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ എളുപ്പമുള്ളതാണെന്ന്. അങ്ങനെയല്ല. ഇത് കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും നിറഞ്ഞതാണ്. പ്രതികൂലങ്ങളും കൊടുങ്കാറ്റും പേമാരിയും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നതായ സാഹചര്യങ്ങളുണ്ടാകും. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ പറയണം, എന്നെ വിളിച്ച ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥത്തെയും ഭയപ്പെടുകയില്ല. തലകളെ വണക്കൂ. എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പലതരത്തിലുള്ളതായ ഭയങ്ങൾ, പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ളതായ ഞെരുക്കങ്ങൾ, പലതരത്തിലുള്ളതായ സാഹചര്യങ്ങൾ ഞങ്ങൾ നേരിടുമ്പോൾ ആശ്വാസമില്ലാതെ ഞങ്ങൾ തകർക്കപ്പെട്ടു പോകാനിടയാകാതെ കർത്താവേ, നിന്റെ കരമയച്ച് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാകുന്നു എന്ന് നീ പറഞ്ഞുവല്ലോ. കർത്താവേ, ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിലും ഞങ്ങളെ നീ ഉപേക്ഷിച്ച് കളയാതെ ഞങ്ങളെ കരക്കു ചേർക്കുന്ന ദൈവമുണ്ട്. ഞങ്ങളുടെ പ്രാണനുകളെയും ഞങ്ങളുടെ ആത്മാവിനെയും ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾക്കത് നാശമാണ്. കപ്പലിൽ നിന്നിറങ്ങിപ്പോയാൽ ഞങ്ങളുടെ പ്രാണനാണ് നാശം. നിന്റെ ആലയത്തെ വിട്ടുമാറിയാൽ, നിന്റെ സാന്നിധ്യത്തെ, നിന്റെ നാമത്തെ വിട്ട് ഞങ്ങൾ മാറുകയാണ് എങ്കിൽ അയ്യോ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നാശമാണ്. തന്മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയാകുന്നത് നരക ജീവിതം മാത്രമായിരിക്കുമല്ലോ. ഏതെല്ലാം കഷ്ടത വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ചുറ്റും എത്ര നിരാശാജനകമായ സാഹചര്യമുണ്ടായാലും ഞങ്ങളെ കരം പിടിച്ചു നടത്തുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള, ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതായ ഒരു കർത്താവുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ അപ്പാ. നിന്റെ ചിറകടിയിലാണ് ഞങ്ങൾക്ക് സുരക്ഷ ഉള്ളത്. ഞങ്ങൾക്ക് നന്മയുണ്ടാകണമെങ്കിൽ നിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കണം. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം അല്ല, ഞങ്ങൾ നിത്യരാജ്യത്തിൽ നിത്യമായിട്ട് നിവസിക്കുവാനുള്ളതായ അവകാശം നേടിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും ഞങ്ങളെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഇന്ന് നിന്റെ അത്ഭുത കാര്യങ്ങൾ നീ പ്രവർത്തിക്കണമേ. അവരെ നിത്യജീവന്റെ അവകാശികളാക്കി നീ മാറ്റുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നു. യേശുവേ 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 യേശുവേ